മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെണ്ണയൻ. മൂന്നാറിലെ സൈലൻറ്റ് വാലി, അതാണിവിടം. അപ്പോൾ ഈ മീശപ്പുലിമല കയറാൻ KFTCക്ക് 2 പാക്കേജുകളാണുള്ളത്. ഒന്ന് 8000 അടി ഉയരത്തിലുള്ള റോഡോമാൻസ് എന്ന റൂമും, പിന്നെ ഒന്ന് ബേസ് ക്യാമ്പിൽ 4400 രൂപയുടെ റൂമും. ഇവിടെ റൂം ബുക്ക് ചെയ്താലും ജീപ്പ് സഫാരിക്കുള്ള ക്യാഷ് നമ്മൾ തന്നെ പേ ചെയ്യേണ്ടതാണ്. ജീപ്പിൽ 6 പേർക്ക് വരെയാണ് കയറാൻ സാധിക്കുന്നത്. 3500 രൂപയാണ് ടോട്ടൽ ഫീ ആകുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ വരെ എടുക്കും മൂന്നാർ KFTCയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ വരെ എത്തണമെങ്കിൽ. 8 മണിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഉച്ചയോടെ അവിടെ എത്താൻ സാധിക്കും. അങ്ങനെ ഏകദേശം മൂന്നാറിൽ നിന്ന് 1.5-2 മണിക്കൂർ യാത്ര ചെയ്ത് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. എൻട്രി പാസും കൊടുത്ത് സൈൻ ഇൻ ചെയ്താണ് നമ്മളകത്തേക്ക് കയറുന്നത്. ബേസ് ക്യാമ്പ് വരെ 3000 രൂപയും റോഡോമാൻസ് വരെ 3500 രൂപയാണ് വൺ സൈഡ് ആവുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വരയാടുകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ സാധിക്കും പല സ്ഥലങ്ങളും. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ യാതൊരു പേടിയോ ഭയമോ ഒന്നും തോന്നാറില്ല. ഉച്ച കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ സമയം ധാരാളം ഉള്ളതുകൊണ്ട് അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഇവിടുത്തെ യാത്ര. അടിയിട്ടതിൻ്റെ അകത്തേക്ക് മാത്രമേ നമുക്ക് നടക്കാനും കുളിക്കാനും എല്ലാം സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറം വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല രീതിയിൽ കോടമഞ്ഞ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് ടെൻറ്റിലെത്തിയിരിക്കുന്നു. വൈകുന്നേരം ഇവിടെ നിന്നാൽ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും. നല്ലൊരു മഴ പെയ്ത് തോർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടായി. ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പാട്ട്, അന്താക്ഷരി, മൊത്തത്തിൽ കളർഫുള്ളാണ്. രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഏകദേശം 5 മണിക്ക് മുമ്പ് തന്നെ റെഡിയാകണമെന്ന് ഗൈഡ് പറഞ്ഞതനുസരിച്ച് നേരത്തെ തന്നെ പോകുന്നു. ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന മലയുടെ പുറകിലുള്ള ആ മലയിലേക്കാണ് പോകേണ്ടത്. അവിടെ കാണുന്ന ആ ക്ലൗഡ് ബെഡിൻ്റെ ആ മലയുടെ അടുത്തേക്കാണ് ഇനി പോകേണ്ടത്. അങ്ങനെ നമ്മൾ പതിയെ ഈ സൺറൈസ് പോയിന്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് അടുത്ത ട്രക്ക് മീശപ്പുലിമലയിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പം വീണ്ടും ഒരു വരയാടിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 2 എണ്ണം.
ഒരെണ്ണം നിൽക്കുന്നു, ഒരെണ്ണം കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ നടന്ന് അവസാനം മീശപ്പുലിമലയിൽ എത്തി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള ഒരു ഫീല്, ഇത്രയും കഷ്ടപ്പെട്ട് മല കയറുന്നതിൻ്റെ ആ ഫീൽ അറിയണമെങ്കിൽ ഇവിടെ വന്നു നിന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വേണേൽ സാധിക്കും. സൺറൈസ് പോയിന്റിൽ വന്നിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഒരു കാഴ്ച ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരുപാട് ആളുകൾ മീശപ്പുലിമലയെന്ന് പറഞ്ഞ് വന്നിട്ട് സൺറൈസ് പോയിന്റ് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ ഒരു കാഴ്ച ഒരിക്കലും ലഭ്യമാവില്ല. ഈ ഒരു കാഴ്ച നമ്മൾ വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇവിടെ വന്നാൽ മാത്രം ലഭ്യമാകുന്ന കാഴ്ചയാണ്. അതും ഇത്രയും ഉയരത്തിൽ ഈ കാഴ്ചകൾ. നമ്മൾ ഈ മീശപ്പുലിമലയുടെ മേലിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണുന്ന കാഴ്ച ഒരിക്കലും ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ സാധിക്കില്ല. അത് വന്ന് കണ്ട് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്ലൗഡ് നിറഞ്ഞങ്ങ് വരികയാണ്. അതുകൊണ്ട് ഗൈഡിൻ്റെ അടുത്ത് വരയാറുകൾ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഗൈഡിനെ അവർക്ക് പേടിയില്ലാതെ ഗൈഡിൻ്റെ ചുറ്റും നിൽക്കുന്നത്. മഞ്ഞിൽ കൂടി അല്ലെങ്കിൽ ആകാശത്തിൽ കൂടി നടക്കുന്ന ഒരു ഫീല്, അതാണ് മീശപ്പുലിമല.